പ്രിയമുള്ളവരെ, ഇന്നത്തെ തിയോളജി ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുസഭ എന്ന രഹസ്യത്തെക്കുറിച്ചാണ് നാം ഈ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് തിരുസഭാ വിജ്ഞാനീയം എന്ന ആ ദൈവശാസ്ത്ര ശാഖ എപ്രകാരമാണ് വളർന്നു വന്നത് എന്ന ഒരു ചരിത്രപരമായ അന്വേഷണമാണ്. നമുക്കറിയാം, സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് എന്നും തിരുസഭയെക്കുറിച്ച് വ്യത്യസ്ത സംജ്ഞകളിലൂടെ പുതിയ നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്നൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന ഒരാശയത്തിൽ നിന്നാണ് പുതിയ നിയമത്തിൻ്റെ സഭാവിജ്ഞാനീയം ആരംഭിച്ചത് എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി നാം തിരിച്ചറിയേണ്ടത് അവിടെ സഭ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയാണ്. ക്രിസ്തുവും ദൈവജനവും തമ്മിലുള്ള വലിയ ബന്ധത്തെ സഭയുടെ ശിരസ് ക്രിസ്തുവും ശരീര അവയവങ്ങൾ സഭാംഗങ്ങളും എന്ന രീതിയിൽ പൗലോസ്ലീഹായുടെ ചില ലേഖനങ്ങളിൽ സൂചനകളുണ്ട്. പൗലോസിൻ്റെ തന്നെ ആദ്യകാല ലേഖനങ്ങൾ ശിരസ് ശരീരം എന്നുള്ള വ്യത്യാസം കൊണ്ടുവരുന്നില്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന ഒറ്റ പദവേ ഉപയോഗിക്കുന്നു. അതേസമയം പിൽക്കാല ലേഖനങ്ങളിൽ പൗലോസ്ലീഹായുടെ ആശയത്തിന് ചെറിയ മാറ്റം വന്നതായി നമുക്ക് കാണാം. ക്രിസ്തു സഭയുടെ ശിരസ്സും നാം എല്ലാവരും ആ ശരീരത്തിലെ അംഗങ്ങളുമാണ്. ആ വ്യത്യാസങ്ങൾ കാര്യമായ വ്യത്യാസമൊന്നുമല്ല, മറിച്ച് എന്താണ് ഈ സഭ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുന്ന ആദ്യകാല ദൈവശാസ്ത്രത്തിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ പരസ്പര കൂട്ടായ്മയെക്കുറിച്ചാണ് അവിടെ കൂടുതൽ ഊന്നിപ്പറയുക. നമുക്കറിയാം, ഈ കയ്യ്, എൻ്റെ ശരീരത്തിൻ്റെ ഈ കയ്യ് ശരീരത്തിൻ്റെ ഇതര അവയവങ്ങൾക്ക് അത്രമേൽ ആവശ്യമുള്ളതും പ്രസക്തവുമായ വസ്തുതയാണ്. ഈ കൈക്ക് വേദന വന്നു, അല്ലെങ്കിൽ എൻ്റെ കൈമുട്ടുകൾ അനക്കാൻ മേലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ വേദനിക്കുന്നത് എൻ്റെ കൈയല്ല. കൈക്കത് അറിയാനോ അനുഭവിക്കാനോ പോലും കഴിയുന്നില്ല. ഈ കൈക്ക് വേണ്ടി ആ വേദനയെ വേദനയാക്കി അനുഭവിക്കുന്നത് തലച്ചോറിൻ്റെ നാഡീവ്യൂഹങ്ങളാണ്. ആ കൈയുടെ അസ്വസ്ഥത എൻ്റെ ശരീരത്തെ മുഴുവനും ബാധിക്കുന്ന അസ്വസ്ഥതയായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. ഈ കൈ മുറിഞ്ഞു പോയാൽ അതിലൂടെ വാർന്നു പോകുന്ന ചോര എൻ്റെ ശരീരത്തിൻ്റെ ജീവൻ തന്നെ ആ മുറിവിലൂടെ ചോർന്നു പോകും എന്നുള്ളതും നമുക്കറിവുള്ള വസ്തുത. അതുകൊണ്ട് ഓരോ ശരീരവും പ്രസക്തിയുള്ളത്, ശരീരത്തിലെ ഓരോ അവയവത്തിനും പ്രസക്തിയുണ്ട്. അതാണ് വാസ്തവത്തിൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. സഭയിലെ എക്കാലത്തെയും പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു, സഭയിൽ ആരാ വലിയവർ? ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെയുള്ള ചോദ്യം, തങ്ങളിൽ ആരാ വലിയവൻ? സഭയിൽ ആരാ വലുത്? മാർപ്പാപ്പ, കർദിനാള്, മെത്രാന്, വൈദികന്, ശമ്മാശന്മാർ, അല്ലെങ്കിൽ ഡീക്കന്മാർ, അൽമായർ, സന്യസ്തർ, ഇങ്ങനെ അനവധി ശ്രേണികളിലുള്ള ആളുകളുണ്ട്. ഇതിൽ ആരാ വലിയവർ എന്നുള്ള ഒരു ചോദ്യം എക്കാലവും പ്രസക്തമായ ചോദ്യമാണ്. തങ്ങളാണ് വലിയവർ എന്ന് പലരും ചിന്തിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളത് സത്യമാണ്. സാധാരണ ജനത്തിൻ്റെ വിചാരങ്ങൾക്കോ വികാരങ്ങൾക്കോ യാതൊരു മൂല്യവും കൽപ്പിക്കാതെ സഭാധികാരികൾ പ്രവർത്തിച്ചിരുന്ന സഭയുടെ ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ചൊക്കെ സഭാചരിത്ര ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ബൈബിൾ ആരംഭത്തിലേ വ്യക്തമാക്കിയൊരു സത്യമാണ്, സഭയിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ധർമ്മങ്ങൾ, ശുശ്രൂഷകൾ നിർവഹിക്കാനുണ്ട്. ഓരോ ശരീരത്തിനും വ്യത്യസ്തമായ അവയവങ്ങൾ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് പോലെ ഭക്ഷണം കയ്യിലെടുത്ത് ഉരുട്ടി വായിലേക്ക് വെക്കാനേ ഈ കയ്യെ കൊണ്ട് സാധിക്കും. അതേസമയം ആ ഭക്ഷണത്തെ ചവച്ച് അരച്ച് ദഹിപ്പിക്കാവുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റുന്നത് വായും അതിലെ ഉമിനീർ ഗ്രന്ഥികളും പല്ലും നാവും എല്ലാം കൂടി ചേർന്ന ഒരു വ്യവസ്ഥയിലാണ്. തുടർന്നത് ആമാശയത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം,
അതിനെ ദഹിപ്പിച്ച് അതിൽ നിന്ന് ഊർജ്ജകണങ്ങളെ വേർതിരിച്ചെടുത്ത് അതിൽ നിന്ന് ഗ്ലൂക്കോസ് അംശത്തെ വേർതിരിച്ചെടുത്ത് രക്തത്തിൽ കലർത്തി ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും എത്തിക്കും. അതായത് ശരീരത്തിൻ്റെ ഈ കൈ ഭക്ഷണമെടുത്ത് വായിലേക്ക് വെക്കുന്നത് മുതൽ വായിലേക്ക് വയ്ക്കാൻ ഈ കൈയില്ല എങ്കിൽ ഭക്ഷിക്കുക ദുഷ്കരമാണ്. ചവയ്ക്കാൻ വായിൽ സംവിധാനങ്ങളില്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഉമിനീർ ഗ്രന്ഥികളില്ലാതാവുക എന്നൊരു രോഗമാണ്. അത് വലിയ പ്രതിസന്ധിയാണ്. ദഹിക്കാതെ പോവുക, ആമാശയം പ്രവർത്തിക്കാതിരിക്കുക. നമുക്കറിയാം ഓരോ അവയവവും പരസ്പരം ബന്ധിച്ച് പ്രവർത്തിക്കണം. ആ ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് നിലനിൽപ്പില്ല എന്നുള്ളത് വസ്തുതയാണ്. ആമാശയത്തിനേ രോഗം വന്നുള്ളൂ എന്ന് വിചാരിച്ച് ശരീരം നിലനിൽക്കുന്നില്ല. കുടലിലെ രോഗം വന്നുള്ളൂ എന്ന് വിചാരിച്ച് ശരീരം നിലനിൽക്കുന്നില്ല. കുടലിൽ ക്യാൻസർ വന്നു, അല്ലെ ആമാശയത്തിലൊരു രോഗം വന്നു, കരളിന് മാത്രമായ രോഗം വന്നു, ഹൃദയത്തിന് മാത്രമായ രോഗം വന്നു, ശരീരം പൂർണ്ണമായും ഇല്ലാതാവും. അപ്പസ്തോലൻ പറഞ്ഞു വരുന്നത് സഭാവിജ്ഞാനീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു മൂല്യത്തെക്കുറിച്ചാണ്. ഈ സഭാഗാത്രത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഓരോരുത്തനും വിലയുള്ളവനാണ്. വിലയുള്ളത് മാർപ്പാപ്പായ്ക്കോ കർദിനാളിനോ മെത്രാനോ വൈദികനോ അൽമായനോ സന്യസ്തനോ എന്ന് ആർക്കാണ് എന്നുള്ള തർക്കം അപ്രസക്തമാണ്. ഇവിടെ ഓരോരുത്തർക്കും വിലയുണ്ട്. ആ വില പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്. എന്താണ് പിന്നെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ശുശ്രൂഷയുടെ വ്യത്യാസം. കൈ ചെയ്യുന്ന ശുശ്രൂഷയല്ല വാ ചെയ്യുന്നു, വാ ചെയ്യുന്ന ശുശ്രൂഷയല്ല ആമാശയം ചെയ്യും, ആമാശയം ചെയ്യുന്ന ശുശ്രൂഷയല്ല രക്തധമനികൾ നിർവഹിക്കുക. ശുശ്രൂഷയിലെ വ്യത്യാസമാണ് സഭയിലുമുള്ള വ്യത്യാസം എന്ന്. അതുകൊണ്ട് സഭയിൽ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. എന്നാൽ ആ വ്യത്യാസങ്ങൾ ആരുടെയും മേൽ അധീശത്വത്തിന് വേണ്ടിയുള്ളതല്ല, അത് ശുശ്രൂഷയുടെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അധികാരം എന്നുള്ള പദം ഉപേക്ഷിച്ചിട്ട് ശുശ്രൂഷ എന്ന പദത്തെ പുനഃപ്രതിഷ്ഠിച്ചത്. അത് ബൈബിളിൻ്റെ അടിസ്ഥാനമായി. എന്നാൽ സഭ കൂട്ടായ്മയാണ്, ദൈവജനമാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു പ്രതിസന്ധി ഉത്തരം കിട്ടാതെ ശേഷിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ സഭയുടെ അധികാര ശ്രേണി, ഹയരാർക്കി എന്നൊരു വിഷയം ശേഷിക്കുന്നു. ഇതിലേതാണ് സഭ എന്നുള്ളത് ആകെ മൊത്തം സംശയാസ്പദമാണ്. സഭയെന്ന് പറയുന്നത് ഈ അധികാരമാണ് എന്ന് സഭ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടമുണ്ട്. ദൈവജനമാണെന്നുള്ളതും ദൈവജനത്തിലെല്ലാവർക്കും സഭയിൽ തുല്യാവകാശങ്ങളാണുള്ളത് എന്നുള്ളതൊക്കെ മറന്ന് സഭ എന്ന് പറഞ്ഞാൽ അധികാരമാണ്, ഒരു പിരമിഡിൻ്റെ രൂപമാണ് സഭയ്ക്ക് എന്ന് വാദിക്കുന്ന ഒരു വലിയ കാലഘട്ടം സഭയിലുണ്ടായി. ഏറ്റവും ഉയരത്തിൽ മാർപ്പാപ്പ, അതിൻ്റെ തൊട്ട് താഴെ കർദിനാളന്മാർ, അതിൻ്റെ തൊട്ട് താഴത്തെ ശ്രേണിയിൽ മെത്രാന്മാർ, അതിൻ്റെ താഴെയുള്ളവർ വൈദികർ. മാർപ്പാപ്പായും മെത്രാന്മാരും അടങ്ങുന്നവരാണ് യഥാർത്ഥ അധികാരികൾ എന്നും വൈദികരാധികാരത്തിൽ പങ്കുചേരുന്നവരാണ് എന്നും അൽമായർക്ക് ഈ അധികാരികളെ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് കടമ എന്നുമൊക്കെ ദൈവശാസ്ത്രത്തിൽ ചിന്തിച്ചിരുന്ന വാദിച്ചിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ഒരുപക്ഷെ സഭാവിജ്ഞാനീയത്തിൻ്റെ ഒരു ദൗർബല്യം കാലം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത് വളരെ നൂറ്റാണ്ടുകളായി. സഭാപിതാക്കന്മാരുടെ കാലമെടുത്താൽ ഒരു 4-5 നൂറ്റാണ്ട് മുതൽ ഒന്നാം വത്തിക്കാൻ കൗൺസിൽ നടക്കുന്ന 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഏറിയും കുറഞ്ഞും ഈ അധികാരമാണ് തിരുസഭയുടെ ശക്തി എന്ന നിലപാടിന് പ്രാമുഖ്യം കൈവന്നിരുന്നു. അതല്ല എങ്കിൽ സഭ എന്ന് പറഞ്ഞാൽ ഹയരാർക്കിയാണ് എന്നൊരു തെറ്റിദ്ധാരണ സഭയിൽ നിലനിന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൻ്റെ സഭാവിജ്ഞാനീയത്തിന് 3 വൈകല്യങ്ങൾ സംഭവിച്ചു. ഒന്ന് ക്ലറിക്കലിസം എന്ന് പറഞ്ഞാൽ പുരോഹിത മേധാവിത്വം.
എല്ലാം വൈദികൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സഭാധികാരി തീരുമാനിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം അനുസരിക്കേണ്ടവർ. മെത്രാണിച്ചൻ, മാർപ്പാപ്പ അവർ തീരുമാനിക്കും. മാർപ്പാപ്പ തീരുമാനിക്കുന്നു, എല്ലാ മെത്രാന്മാരും അനുസരിക്കും. മെത്രാണിച്ചൻ തീരുമാനിക്കുന്നു, എല്ലാ വൈദികരും അനുസരിക്കുന്നു. ഇടവകയിൽ വൈദികൻ തീരുമാനിക്കുന്നു, എല്ലാ വിശ്വാസിയും അനുസരിക്കും. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെയാണ് ക്ലറിക്കലിസം എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആക്ഷേപിച്ചത്. അത് സഭാവിരുദ്ധർ പറഞ്ഞ ആരോപണമല്ല, ഈ കൗൺസിലിലെ പിതാക്കന്മാർ തന്നെ പറഞ്ഞതാണ്. ഈ സഭാവിജ്ഞാനീയം എന്ന് പറയുന്നത് പുരോഹിത മേധാവിത്വം എന്നുള്ള തിന്മ അടങ്ങിയതാണ്. പുരോഹിത മേധാവിത്വം എന്ന് പറയുന്നത് തിന്മയാണ് എന്ന് തിരിച്ചറിയാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. വീണ്ടും രണ്ടാമത്തെ തിന്മയായിട്ട് ഈ കൗൺസിൽ സൂചിപ്പിക്കുന്നത് ട്രയംഫലിസം എന്ന് പറഞ്ഞാൽ ഒരുതരം വിജയോന്മാദം. എല്ലാ അറിവും ഞങ്ങൾക്കുണ്ട്, എല്ലാ ശരിയും ഞങ്ങളുടെ ഭാഗത്താണ്, അതിനപ്പുറത്തേക്ക് വേറെ ആരും പറയുന്നതിൽ വിലയിരുത്തേണ്ട കാര്യമില്ല, ചർച്ച ചെയ്യേണ്ട കാര്യം പോലുമില്ല, അവരൊക്കെ അറിവില്ലാത്തവരാണ് എന്നുള്ള സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ കുത്തകാവകാശിയായി തങ്ങളെ തന്നെ വിലയിരുത്തുന്ന ഒരു തിന്മ സഭയിൽ കടന്നുകൂടിയതിനെയാണ് ആത്യന്തികമായി ട്രയംഫലിസം എന്ന് വിശേഷിപ്പിച്ചത്. മൂന്നാമത്തെ തിന്മയായിട്ട് കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജുറിഡിക്കലിസമാണ്. എന്ന് പറഞ്ഞാൽ നിയമപരമായ കാര്യങ്ങളോടുള്ള അന്ധമായ അമിതമായ വിധേയത്വം. സഭ എന്ന് പറഞ്ഞാൽ കുറേ നിയമങ്ങളാണ്, ചട്ടക്കൂടുകൾ. ആ നിയമം അനുസരിച്ചാൽ നീ സഭാവിശ്വാസി. ഏതെങ്കിലും നിയമത്തിൽ വീഴ്ച വന്നോ നീ സഭയ്ക്ക് വെളിയിൽ. അത്തരത്തിലുള്ള സഭയിൽ ബൈബിളിനേക്കാളും പ്രാധാന്യം കാനൻ നിയമത്തിന് കൈവരുന്ന കാലമുണ്ടായിരുന്നു. നിയമം കൃത്യമായി പാലിച്ചോ നീ സഭാവിശ്വാസി. ആ നിയമം പാലിച്ചിട്ട് നീ മറ്റെന്തെല്ലാം കൊള്ളരുതാഴികൾ ചെയ്താലും പ്രശ്നമല്ല, നിയമം കൃത്യമായി പാലിക്കും. ഇതൊരു തരം നൈയാമികവാദം, അതുപോലെ വിജയോന്മാദവാദം, പുരോഹിത മേധാവിത്വവാദം, ഇത് മൂന്നും കൂടി ഞെരുക്കിക്കളഞ്ഞ ഒരു സഭാവിജ്ഞാനീയമായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് എന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. സഭാ ചരിത്രത്തിലെ പല സംഭവങ്ങളും ഈ അധികാര തർക്കങ്ങൾ മൂലം സംഭവിച്ചതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതിയൊന്നും അല്ല സഭയിൽ പിളർപ്പുകൾ ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഈ സഭ എന്ത് എന്നുള്ളതിനെ നിർവചിക്കുന്നതിൽ പറ്റുന്ന വീഴ്ചയാണ്. സഭ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് എന്ന് സഭയിലെ ഏതെങ്കിലും ഒരു അധികാരി ചിന്തിച്ചു തുടങ്ങുമ്പോൾ സഭയിൽ പിളർപ്പിന് വഴിയൊരുങ്ങുകയാണ്. 589 അന്ത്യോക്യൻ സിംഹാസനം യാക്കോബ് പാത്രിയാർക്കീസിൻ്റെ നേതൃത്വത്തിൽ പിളരുന്നത് വളരെ ചെറിയ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് എന്ന് നമുക്കറിയാം. ഈശോ മിശിഹായിൽ എത്ര സ്വഭാവമുണ്ട്, ഈശോയിൽ എത്ര വ്യക്തിയുണ്ട് എന്ന കാര്യത്തിൽ യാക്കോബായ സഭയും കത്തോലിക്കാ സഭയും തുല്യ ചിന്താഗതിക്കാരാണ്. ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, ദൈവിക വ്യക്തിത്വം. മാനുഷിക വ്യക്തിത്വം ദൈവിക വ്യക്തിത്വത്തിൽ വേർതിരിക്കാനാവാത്ത വിധം അലിഞ്ഞു ചേർന്നു എന്നാണ് കത്തോലിക്കരും യാക്കോബായ സഭകളും ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 589 സഭാധികാരികൾ തമ്മിലുണ്ടായിരുന്ന ഒരു അധികാര തർക്കത്തിൻ്റെ പേരിൽ യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ഏക സ്വഭാവമാണോ രണ്ട് സ്വഭാവമുണ്ടോ, ഇതിനെക്കുറിച്ചുള്ളൊരു തർക്കം, ആത്യന്തികമായി ദൈവശാസ്ത്രപരമായി നിലനിൽപ്പില്ലാത്തൊരു തർക്കം പിന്നീട് സഭയിലെ വലിയ പിളർപ്പിന്, ഇനിയും പരിഹരിക്കാത്ത പിളർപ്പിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകും, ഈ സഭാവിജ്ഞാനീയം എന്ന് പറയുന്നത് ആത്യന്തികമായി ക്ലറിക്കലിസം, ട്രയംഫലിസം, അതുപോലെ തന്നെ ജുറിഡിക്കലിസം, ഇതിൻ്റെ എല്ലാം പിടിയിൽ അമർന്നു കഴിഞ്ഞു. 1054 മൈക്കിൾ ചെർലാരിയൂസ് എന്ന പാത്രിയാർക്കീസിനെ, ഗ്രീക്ക് സഭയുടെ തലവനെ, റോമിൽ നിന്ന് പോയ
2 മെത്രാന്മാർ പുറത്താക്കി. പാത്രിയാർക്കീസിനെ പുറത്താക്കാൻ മെത്രാൻ അവകാശമുണ്ടോ എന്നുള്ള ന്യായമായ സംശയം ബാക്കി നിൽക്കവേ മാർപ്പാപ്പ മരിച്ച ശേഷമാണ് അപ്രകാരം ഒരു പുറത്താക്കൽ നടന്നത് എന്നുള്ളതിനാൽ അത് ഇൻവാലിഡാണ്, അസാധുവാണ്. അതുകൊണ്ട് ഗ്രീക്ക് സഭയോട് കത്തോലിക്കാ സഭ കാട്ടിയത് അവിവേകമായിരുന്നുവെന്ന് ജോൺ 23 മാർപ്പാപ്പ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സഭാചരിത്രത്തെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പിൽക്കാലത്ത് 1529 ലൂതറിൻ്റെ നേതൃത്വത്തിലുള്ള പിളർപ്പ് വരുമ്പോൾ ലൂതർ അന്ന് പറഞ്ഞ പല ആശയങ്ങളും ശരിയായ ദിശയിലുള്ള ചിന്തയായിരുന്നുവെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഒരു വശത്ത് ലൂതറിൻ്റെ പിടിവാശികളും മറുവശത്ത് സഭാ നേതൃത്വത്തിൻ്റെ നിർബന്ധ ബുദ്ധികളും, ഒരു വശത്ത് യാക്കോബായ പാത്രിയാർക്കീസിൻ്റെ നിർബന്ധ ബുദ്ധി, മറുവശത്ത് കത്തോലിക്കരുടെ പിടിവാശി, അല്ലെങ്കിൽ ഗ്രീക്ക് സഭാ നേതൃത്വവും കത്തോലിക്ക സഭാ നേതൃത്വവും തമ്മിലുണ്ടായ അസ്വസ്ഥതകൾ, ഇതെല്ലാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സഭ എന്ന് പറഞ്ഞാൽ കുറച്ച് നിയമങ്ങളും കുറേ അധികാരവും ചേർന്നതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് രൂപം കൊണ്ടതാണ് സഭയിലെ ഈ സങ്കടകരമായ പിളർപ്പുകൾ, സഭാഗാത്രത്തിലേറ്റ മുറിവുകൾ. അവയിൽ പലതും ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് നാം അറിയുമ്പോഴാണ് സഭാവിജ്ഞാനീയം ശരിയായ ദിശയിലല്ല എങ്കിൽ അത് സഭയ്ക്ക് എത്രമേൽ വലിയ ദോഷം ചെയ്യും എന്ന് നാം തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, ഈ സഭാവിജ്ഞാനീയത്തെ ആണ് യോഹന്നാൻ 23 മാർപ്പാപ്പ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. മാർപ്പാപ്പ 2-ാം വത്തിക്കാൻ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചൊരു സത്യമുണ്ട്. സഭാവിജ്ഞാനീയവും സഭയുടെ വിശ്വാസ സത്യങ്ങളും രൂപം കൊണ്ടപ്പോൾ നിലവിലുണ്ടായിരുന്ന ചരിത്ര വസ്തുതകൾ കൂടി സഭ കണക്കിലെടുക്കേണ്ടതുണ്ട്. ചരിത്രത്തെ ഗുരുനാഥയായി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സഭാവിജ്ഞാനീയമാണ് ആവശ്യം എന്ന് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ പൊരുൾ ഇനിയും നമ്മൾക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടോ എന്നത് സംശയമാണ്. ചരിത്രത്തെ ഗുരുനാഥയായി സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സത്യം, ഹിസ്റ്റോറിയ മാജിസ്ട്ര, ചരിത്രം ഗുരുനാഥയാണ് എന്നുള്ള സത്യം. അതായത് മാർപ്പാപ്പ പറയുന്നത് ഈ ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ ഒരു പിളർപ്പുണ്ടായി, അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ ഒരു ഭിന്നത രൂപം കൊണ്ടു എന്ന് പറയുമ്പോൾ ഭിന്നിച്ചവനും പുകഞ്ഞ കൊള്ളികളും എല്ലാം പുറത്ത് എന്ന ഒറ്റവാക്കിൽ ആ പ്രശ്നത്തെ സമീപിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് അതിന് കാരണമായിട്ടുള്ള ചരിത്ര വസ്തുതകൾ, അപ്രകാരമുള്ള പ്രകോപനങ്ങളുടെ പിന്നാമ്പുറം എന്ത് എന്നുള്ള വസ്തുതകൾ കൂടി പഠിച്ചുകൊണ്ട് വേണം ആ കാലഘട്ടത്തിൻ്റെ മുറിവുകളെ ഉണക്കാൻ ഇന്ന് സഭ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭാവിജ്ഞാനീയം എന്ന് പറയുന്നത് നാളിതുവരെയും ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്ന് വലിയ വ്യത്യാസം സഭാവിജ്ഞാനീയത്തിൽ വരുത്തിയ ഒരു കൗൺസിലായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണിത് വിശദീകരിക്കുക എന്ന് ചോദിച്ചാൽ, അതുവരെയും അധികാരമാണ് സഭയുടെ ശക്തി എന്ന് ചിന്തിച്ചിരുന്നിടത്ത് നിന്ന് 2-ാം വത്തിക്കാൻ കൗൺസിൽ വിപ്ലവകരമായൊരാശയം കൊണ്ടുവന്നു. അധികാരമല്ല, കൂട്ടായ്മയാണ് സഭയുടെ ശക്തി. അധികാരമല്ല, കൂട്ടായ്മയാണ് സഭയുടെ ശക്തി. പിരമിഡ് ആകൃതിയിലിരുന്ന സഭ എന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ സഭാവിജ്ഞാനീയത്തെ 2-ാം വത്തിക്കാൻ കൗൺസിൽ അടിച്ച് പരത്തി വൃത്തരൂപത്തിലാക്കി. ഇവിടെ ആരും ആർക്കും മുകളിലല്ല. അൽമായരുടെ മുകളിലല്ല അച്ഛൻ, അച്ഛൻ്റെ മുകളിലല്ല മെത്രാൻ, മെത്രാണിച്ചൻ്റെ മുകളിലല്ല മാർപ്പാപ്പ. മറിച്ച് സഭയിലെല്ലാവരും തുല്യമായി ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പങ്കുപറ്റുന്നവർ. ഇതൊരു കൂട്ടായ്മയാണ്. ഇതിൻ്റെ കേന്ദ്രം അച്ഛനോ മെത്രാനോ മാർപ്പാപ്പയോ അല്ല.
ഈ സഭയുടെ കേന്ദ്രം ക്രിസ്തുവാണ് എന്ന വിപ്ലവകരമായ ഒരു മാറ്റമാണ് വാസ്തവത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൊണ്ടുവരും. നമുക്കറിയാം, ഒരു പിരമിഡാകൃതിയിൽ സഭയെ ചിത്രീകരിക്കുമ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ അൽമായർ, വൈദികർ, മെത്രാന്മാർ, മാർപ്പാപ്പ, അങ്ങനെ ഒരാൾ മറ്റൊരാളുടെ മുകളിൽ അധികാരമുള്ളൂ. അതേസമയം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഈ അധികാരം എന്ന ആശയത്തെ പുനർനിർവചിച്ചു. ഈ അധികാരം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അധികാരം. ഈ സഭയുടെ കേന്ദ്രം ക്രിസ്തുവിന് ചുറ്റും വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് സഭാഗാത്രത്തെ പടുത്തുയർത്തുന്നവരാണ് അൽമായരും മെത്രാന്മാരും മാർപ്പാപ്പയും എന്നെല്ലാം ഈ വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ചപ്പോൾ സഭാഗാത്രത്തിന് പുതിയ ഒരു ശക്തി കിട്ടി. അധികാരത്തിൻ്റെ തണലിൽ നിന്ന് കൂട്ടായ്മയുടെ പരിശുദ്ധാത്മ ശക്തിയിലേക്ക് സഭയെ നയിക്കാൻ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് നിയോഗം ലഭിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അടിസ്ഥാനപരമായ വസ്തു. ഈ സഭ ഇതൊരു ഒറ്റ ദിവസം കൊണ്ടുണ്ടായൊരു വികസനമല്ല. സഭ എന്ന് പറയുന്നത് എന്ത് എന്നുള്ളതിനെ സാമൂഹിക ശാസ്ത്രത്തിൻ്റെ, നരവംശാസ്ത്രത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിർവചിക്കാൻ ശ്രമിച്ച ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. വിശേഷിച്ചും ജർമ്മൻ പണ്ഡിതന്മാരാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. സാമൂഹിക ശാസ്ത്രത്തിലെ 2 ജർമ്മൻ സങ്കല്പങ്ങളുണ്ട്, ഗസേൽഷാഫ്റ്റ് und ഗെമൈൻഷാഫ്റ്റ്. ഗസേൽഷാഫ്റ്റ് എന്ന് പറഞ്ഞ ജർമ്മൻ ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് സംഘടന എന്ന് വേണം വിശേഷിപ്പിക്കാം. ഗെമൈൻഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ. നമുക്കറിയാം, ഒരു സംഘടനാ സംവിധാനത്തിൽ അതിൻ്റെ അധികാരം ശ്രേണിക്ക് പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറയുന്നതാണ് ആ പാർട്ടിയിലെ അന്തിമമായ വാക്ക്. ആ പാർട്ടിയുടെ ഭരണഘടന പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചില്ലേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇതാണ് ഈ സംഘടനാ സംവിധാനം എന്ന് പറയുന്ന ഗസേൽഷാഫ്റ്റ് എന്ന് ജർമ്മൻകാർ പറയും. അതേസമയം ഒരു കൂട്ടായ്മയുണ്ട്. ഇവിടെ അങ്ങനെ ഈ കൂട്ടായ്മയ്ക്കാണ് ഗെമൈൻഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അധികാരിയില്ല. പ്രത്യേകിച്ചൊരു അധികാരിയല്ല, ആ അധികാരിയോടുള്ള ഭയം കൊണ്ടല്ല നമ്മൾ അനുസരിക്കുക, മറിച്ച് പരസ്പര ധാരണയിൽ ഇങ്ങനെ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നത് അസ്തിത്വപരമായ ആവശ്യമാണ് എന്ന ബോധ്യത്തിലൂന്നി എല്ലാവരും ഒരു മനസ്സോടെ വ്യാപരിക്കുന്നതാണ് ഗെമൈൻഷാഫ്റ്റ് എന്ന പദത്തിൽ പറയുന്ന കൂട്ടായ്മ. വാസ്തവത്തിൽ ഈ ആശയത്തെയാണ് പിൽക്കാല ദൈവശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്നത് സഭയെ വിശദീകരിക്കുക. സഭ കൂട്ടായ്മയാണ്. എന്നാൽ അതേസമയം ഈ സഭയ്ക്ക് അധികാര ശ്രേണി ആവശ്യമില്ലേ? മാർപ്പാപ്പ, മെത്രാൻ, അച്ഛൻ, ഇതൊക്കെ ആവശ്യമില്ലേ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് സഭ ഇത് രണ്ടും കൂടി ചേർന്നതാണ് എന്ന ഒരാശയം ആർണോൾഡ് റെനെമാഹറിൻ്റെ ഒരാശയമാണ്. സഭയെന്ന് പറയുന്നത് അതിന് ഒരു അധികാരവുമുണ്ട്, അതുപോലെ തന്നെ സഭയിൽ കൂട്ടായ്മയും കൂടി ചേർന്നു. പിന്നീട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഏറ്റവും നിർണായക സ്വാധീനം ചെലുത്തിയ ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായ US കൊങ്കാർ ഈ ആശയത്തെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് സഭ ഒരേ സമയം രക്ഷയുടെ ശുശ്രൂഷകയാണ് എന്നും അതുപോലെ തന്നെ രക്ഷയുടെ കൂട്ടായ്മയാണ് സഭ, അതുപോലെ രക്ഷയുടെ സ്ഥാപനമാണ് എന്നും പറയും. അതുകൊണ്ട് കൂട്ടായ്മ, സ്ഥാപനം. അപ്പോൾ സഭാവിജ്ഞാനീയത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലേക്ക് വരുമ്പോൾ വളരെ അടിസ്ഥാനപരമായ 2 ശാഖകൾ കൂട്ടിയോജിപ്പിക്കപ്പെടുകയും ഒരേ സമയത്ത് സഭയുടെ ഈ അധികാര ശ്രേണി അത് ആവശ്യമാണ്, ക്രിസ്തു അത് ആഗ്രഹിച്ചതാണ് എന്ന് പുതിയ നിയമം തന്നെ വ്യക്തമാകുന്നുണ്ട്. ഈ മാർപ്പാപ്പ, അച്ഛൻ, മെത്രാൻ ഇതൊക്കെ പിൽക്കാലത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ വാദിക്കുന്നവർ പലരുമുണ്ട്. പക്ഷേ നിങ്ങൾ വായിക്കുക, പൗലോസ്ലീഹ കൊളോസ്യ ലേഖനം എഴുതുമ്പോൾ AD 58. അവിടെ പൗലോസ് കൊളോസ്യരോട് അഭിസംബോധന ചെയ്യുമ്പോൾ എന്താണ്? കൊളോസ്യ സഭയിലെ മെത്രാന്മാരും
വൈദികരും ഡീക്കന്മാരുമായ അംഗങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞ്. അതായത് ഈ സഭയുടെ ഘടന ക്രിസ്തു വിഭാവനം ചെയ്തതാണ്, ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. പക്ഷേ ഈ ഘടന മാത്രമല്ല സഭ, ഘടനയും നമുക്ക് ആവശ്യമുണ്ട്, കൂട്ടായ്മയും ആവശ്യമുണ്ട്. ഇത് രണ്ടും കൂടി എപ്രകാരം സമഞ്ജസമായി സമ്മേളിപ്പിക്കാൻ പറ്റും എന്നുള്ള വലിയ ഒരു ലക്ഷ്യമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ സഭാവിജ്ഞാനീയത്തിൽ ദൃശ്യമാകും. കൂടുതൽ വിശദാംശങ്ങൾ വരും ക്ലാസ്സിൽ നാം പഠിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673528. ഫോൺ 0496 266 4600.